സീറോ മലബാർ സഭയിലെ 55 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നോക്കിക്കാണുന്ന ഒന്നാണ് മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലി. പാലായിൽ വെച്ച് നടക്കുന്ന ഈ അസംബ്ലി അൽമായരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ 1000 തേൻതുള്ളിക്ക് ഒരു മീൻതുള്ളി എന്ന് പറഞ്ഞ മാതിരി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള 7 സഹോദരങ്ങൾ ഈ സിനഡിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിമന്യ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്ത, സഭയുടെ കർദിനാൾ, ദശാബ്ദങ്ങൾ ഈ സഭയെ ഒരു മെത്രാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് നയിച്ച സീറോ മലബാർ സഭയുടെ വലിയ പിതാവ്, ആ പിതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 7 പേര് ഇറങ്ങിപ്പോവുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ സഭയിലെ വിശ്വാസികൾ ഒന്നടങ്കം വേദനയോടെ നോക്കിക്കാണുകയാണ്. ധനം കൊടുത്താണ് വാസ്തവത്തില് യുദാസിന്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നു. കർത്താവിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും. അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വരുന്ന വൈദികരും കുറച്ച് അൽമായരും ആലഞ്ചേരി പിതാവിനെ കാണുന്നത്. കാരണം നമുക്കറിയാം, അത്രമാത്രം ക്രൂരതകളാണ് ആ വലിയ പിതാവിനോട് ഇവർ കാണിച്ചത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അൽമായ പ്രമുഖർ അല്ലെങ്കിൽ ഈ വൈദിക ശ്രേഷ്ഠന്മാർ, ഈ വിമത വൈദികരിൽപ്പെട്ട വൈദികർ, അവരൊക്കെ പറയാറുണ്ട്, ഈ സഭയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു പോകണം. കാരണം ഈ സഭയിൽ നിൽക്കാൻ പോലും അവരുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. പിതാക്കന്മാർ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് ബുദ്ധി ഉദിച്ചിരുന്നുവെങ്കിൽ ഇവരെ പണ്ടേ ഈ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനുള്ള സമയം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല, എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല. കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും മറ്റ് സിനഡൽ മെത്രാന്മാരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അതിനിഷ്ടമില്ലെങ്കിൽ അത് ഇറങ്ങിപ്പോക്കോളും. എന്നാൽ വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആവശ്യമില്ലാത്തടത്ത് വെച്ചാൽ അത് തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും. ഇതാണ് ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാമ്പും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയാണ്. അത് തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും. അത് ഈ സഭയ്ക്ക് വലിയ മുറിവേൽപ്പിക്കും, വലിയൊരു ആഘാതമായിരിക്കും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ശേഷവും ഈ സഭ നിലനിൽക്കേണ്ടതാണ് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഈ സഭയെ എപ്രകാരമാണ് നിങ്ങൾ നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരിക്കലും മുറിവടങ്ങാത്ത, ഒരിക്കലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കാത്ത ഒരു സഭയെ അടുത്ത തലമുറയ്ക്ക് സമ്മാനിച്ചിട്ട് നിങ്ങൾ ഈ ലോകം വിട്ടു പോകുവാനായിട്ട് എങ്ങനെ സാധിക്കും? കർത്താവ് യുവദാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല. കാരണം പിടിക്കുക പ്രയാസം. പശ്ചാത്തപിക്കാത്തവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. ദുഃഖിക്കുന്നവൻ തെറ്റ് ചെയ്തതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. പശ്ചാത്താപം. കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സഭയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ഒരു മെത്രാൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്, മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങേയറ്റം ഈ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും അടുത്ത തലമുറകളിലേക്ക് എത്തിപ്പെടുന്ന വിധം അദ്ദേഹം ഈ സഭയെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും മേജർ ആർച്ച് ബിഷപ്പൊക്കെ അദ്ദേഹത്തെ ഒത്തിരി പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ വിശ്വാസികൾക്ക് അതൊരല്പം അരോചകമാകാറുണ്ട്. കാരണം കൊച്ചു പിള്ളേർക്ക് നമ്മൾ മുട്ടായി കൊടുക്കുന്നത് പോലെ പഞ്ചസാരയിൽ പൊതിഞ്ഞ വാക്കുകളും കാര്യങ്ങളും ഒന്നും അല്ല ഈ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസിന് ആവശ്യം. അദ്ദേഹം ചെയ്തു വെച്ചത്
പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാടുകൾ പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ ആലഞ്ചേരി പിതാവ് എന്താ ചെയ്തത്? അദ്ദേഹത്തെ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ കടമയാണ് പിതാവ് നിർവഹിച്ചത്. അതുപോലെ ഓരോ മെത്രാന്മാരുടെയും കടമകൾ അത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് അത് നിങ്ങൾ നിർവഹിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ കൂടുതൽ ഭംഗി വാക്കുകളല്ല ഇവിടെ ആവശ്യം. ആലഞ്ചേരി പിതാവിനെ കുറേ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും അത് വലിയ ബുദ്ധിമുട്ടാണ് അത് കേൾക്കുന്നത്. കാരണം പ്രവൃത്തിയില്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾക്ക് എന്ത് വിലയാണ് ഉള്ളത്? അപ്പം അതുകൊണ്ട് ആലഞ്ചേരി പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം അതുപോലെ നിർവഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയും ആ പിതാവ് ചെയ്തു വെച്ച ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയും വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ പിതാവിനെ ഈ സിനഡൽ അസംബ്ലിയിൽ വെച്ച് അപമാനിച്ച എറണാകുളത്തെ ആ 7 സഹോദരങ്ങളുടെ തെറ്റുതിരുത്തുവാനായിട്ട് ആർജവം കാണിക്കണം ഈ സിനഡിലെ മെത്രാന്മാർ. അതുപോലെ തന്നെ അഭിമന്യ പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങൾ പോലും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പോക്ക് പോയാൽ ഈ സഭ എങ്ങോട്ടാണ്? ഈ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു 10 വർഷത്തിന് ശേഷം ഈ സഭ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും? ഇതൊക്കെ ഞങ്ങൾക്ക് പോലും ഒരു വെളിച്ചം പോലെ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് 10 വർഷത്തിന് ശേഷമുള്ള സഭയെക്കുറിച്ച് ചിന്തിക്കാനാവുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം അനാവശ്യമായിട്ട് ചിലരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പിടിച്ചു നിർത്തുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സഭയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോലും ഈ ക്യാൻസർ പടർന്ന് പന്തലിച്ച് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം ഈ സഭയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഈ സഭാപിതാക്കന്മാരിൽ ഞങ്ങൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ സിനഡിൻ്റെ അവസാന ഭാഗങ്ങളിലെങ്കിലും നല്ല ബോധമുണ്ടായിക്കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ചില ഉചിതമായ തീരുമാനങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു.